ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശൂനോയോ നോമ്പിന്റെ 7-ാം ദിവസം. പഴയ നിയമത്തിലെ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മനുഷ്യകൈകളാൽ വെട്ടപ്പെടാതെ പർവ്വതത്തിൽ നിന്ന് വേർപെട്ട ശിലയെക്കുറിച്ചാണ് ദാനിയേൽ പറയുന്നത്. സഭാപിതാക്കന്മാർ ഈ ദർശനത്തെ ക്രിസ്തുവിന്റെ അവതാരത്തിന്റെയും പരിശുദ്ധ ദൈവമാതാവിന്റെ ഒരു മുൻനിഴലായി വ്യാഖ്യാനിക്കുന്നു. മനുഷ്യന്റെ ഇടപെടലില്ലാതെ പരിശുദ്ധാത്മാവിനാൽ ദൈവപുത്രൻ പരിശുദ്ധ കന്യകമറിയത്തിൽ നിന്ന് മനുഷ്യനായി ജനിച്ചു. അതുകൊണ്ടാണ് ദൈവമാതാവിനെ വെട്ടപ്പെടാത്ത പർവ്വതം എന്നും ക്രിസ്തുവിനെ അതിൽ നിന്ന് പുറപ്പെട്ട ശില എന്നും സഭ വിശേഷിപ്പിക്കുന്നത്. ലോകത്തിന്റെ പാപത്തെയും മരണത്തിന്റെ ആധിപത്യത്തെയും തകർത്ത രക്ഷയുടെ ശിലയാണ് ക്രിസ്തു. ഈ ദർശനം നമ്മെ മറ്റൊരു സത്യവും പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവർത്തനങ്ങൾ മനുഷ്യശക്തിയിലല്ല, ദൈവത്തിന്റെ കൃപയിലൂടെയാണ് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അവിടുന്ന് അതിനെ തൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കും. ഈ നോമ്പിൽ പരിശുദ്ധ ദൈവമാതാവിന്റെ വിശുദ്ധിയും ദൈവഹിതത്തോടുള്ള സമർപ്പണവും മാതൃകയാക്കാം. മനുഷ്യശക്തിയിൽ ആശ്രയിക്കാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിക്കാം. അപ്പോൾ ക്രിസ്തുവെന്ന രക്ഷയുടെ ശില നമ്മുടെ ജീവിതത്തിന്റെ ഉറച്ച അടിസ്ഥാനമായി മാറും. ആയതിന് നമ്മെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.